വെള്ളിയാഴ്ച ജുമാഴയും പെരുന്നാളും ഒപ്പം വന്നാൽ അവിടെ ജുമാ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ രംഗത്തില് സജീവമാണ്. മനുഷ്യന്മാർക്ക് ആ ഫത്വ, ആ ഒരു വിഷയം പഠിക്കാൻ അതിൽ അവസരമായി മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയ ഇതേ ചോദ്യത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയത് ഇവിടെ ആരോട് ചോദിച്ചു, ആ ചോദിച്ചു പറഞ്ഞ ഉത്തരമായിരുന്നു അത്. തർക്കമില്ലാത്ത വിധം 5 or 6 ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു ഹദീസ് വന്ന ഒരു പദപ്രയോഗം മാത്രമല്ല, വ്യത്യസ്തമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 1-2 ഞാൻ പറയാം. ഏതായാലും ആ ചർച്ച വന്ന സ്ഥിതിക്ക് നമുക്ക് ആ വിഷയം പഠിക്കാൻ ഒരു അവസരമാണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു മുആവിയ ഇബ്നു അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹൽ ശഹീദത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദ്. ഒരു ദിവസം 2 ഈദുകൾ സംഗമിച്ചതിന് നബിയോടൊപ്പം നീ സാക്ഷിയായിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ ചോദിക്കുന്നു സയ്യിദ് ഇബ്നു അർഖമിനോട്. സയ്യിദ് ഇബ്നു അർഖം പറഞ്ഞു, നഅം, അതെ, ഞാൻ നബിയോടൊപ്പം അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു, കൈഫ സനഅ, അന്ന് നബി എങ്ങനെ ചെയ്തു ചോദിച്ചു. 2 ഈദാണ്, ജുമായും പെരുന്നാളും. ഒരു ദിവസം 2 കൂടെ സംഗമിച്ചപ്പോൾ നബി എന്താണ് എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ സയ്യിദ് പറഞ്ഞിരിക്കുകയാണ്, സ്വല്ലൽ ഈദ, നബി തങ്ങൾ ഈദ് നിസ്കരിച്ചു, പെരുന്നാൾ നിസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅത്തി, എന്ന് ജുമയുടെ വിഷയത്തിൽ നബി തങ്ങൾ ഇളവ് നൽകി. ഫഖാല, ഇളവ് നൽകിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ ശാഅ യുസല്ലിയ ഫൽയുസല്ലി, ജുമ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചുകൊള്ളട്ടെ എന്ന് നബി പറഞ്ഞു. ഇളവ് തന്നു. അവിടെ ദൂരത്തിൽ നിന്ന് മനുഷ്യന്മാരെന്നോ നാട്ടിലേക്കില്ലാന്നോ ഒന്നുമില്ല. നബി ഞങ്ങളെയും കൂട്ടി പെരുന്നാൾ നിസ്കരിച്ചു എന്ന് നബി ഇളവ് തന്നിട്ട് പറഞ്ഞു, ഇനി ഉദ്ദേശിക്കുന്നവർ ജുമ നിസ്കരിക്കട്ടെ. ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ, ദാരിമി, ഹാക്കിം എന്നിവരെല്ലാം മുദ്രിച്ച സ്വഹീഹായ ഹദീസാണ് അത്. രണ്ടാമത് മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇന്ന് നിങ്ങളുടെ ഈ ദിവസത്തിൽ 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു, പെരുന്നാളും ജുമുഅയും. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി, ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ജുമുഅക്ക് പകരം ഇത് മതിയാകുന്നതാണ്. വഇന്നാ മുജമ്മിഊൻ, നാം ഇവിടെ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്. ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യമുള്ളവർ വന്നാൽ മതി, അല്ലാത്തവർക്ക് ഈ പെരുന്നാൾ നിസ്കാരം മതിയാകും എന്ന് പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ പറഞ്ഞുവെന്ന് അബൂ ഹുറൈറ പറയുന്നു. ഇമാം ഹാക്കിം, അബൂ ദാവൂദ്, ഇബ്നു മാജ, ബൈഹഖി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഇജ്തമഅ ഈദാനി ഫീ യൗമികും ഹാദാ, നബി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിട്ട് പറഞ്ഞു, ഈ ദിവസം 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ, ഉദ്ദേശിക്കുന്നവർക്ക് ജുമുഅക്ക് പകരം ഇത് മതി. വഇന്നാ മുജമ്മിഊൻ ഇൻഷാ അല്ലാഹ്, ഞങ്ങൾ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നബി പറഞ്ഞു. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. നാലാമത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അബൂ ഉബൈദ് മൗല ഇബ്നു അസ്ഹർ, ഇബ്നു ഹസറിന്റെ മൗലയായ അബൂ ഉബൈദ് പറയുന്നു, ഖാല അബൂ ഉബൈദ് പറഞ്ഞു, ഷഹീദുൽ ഈദൈനി മഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ അഫ്ഫാന്റെ കൂടെ ഞാൻ 2 ഈദുകൾക്ക് സാക്ഷിയായി. അത് പെരുന്നാളും ജുമുഅയും ഒന്നിച്ച് വന്ന ദിവസം, അന്ന് ഉസ്മാൻ അഫ്ഫാനാണ് ഖലീഫ, അക്കാലത്ത് ഞാനത് സാക്ഷിയായി. വകാന ദാലിക യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ചയായി. ഫസല്ല ഖബ്ല അൽ ഖുത്ബത്തി സുമ്മ ഖതബ, പെരുന്നാളിന് അദ്ദേഹം ആദ്യം നിസ്കരിച്ചു, പിന്നീട് ഖുത്ബ നിർവഹിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹൻ നാസ് ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅലക്കും ഫീഹി ഈദാനി, അല്ലയോ ജനങ്ങളെ, ഇന്ന് 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു. ഫമൻ അഹബ്ബ അൻ യന്തദ ജുമുഅത, ജുമുഅ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, മിൻ അഹ്ലിൽ അവാരി, പ്രാന്തപ്രദേശമൊക്കെ വന്ന ആളുകൾ ജുമുഅ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയന്തദ, കാത്തിരിക്കട്ടെ. വമൻ അഹബ്ബ അൻ യർജിഅ, ആരെങ്കിലും മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖദ് അദിൻതു ലഹു, ഞാൻ അവന് സമ്മതം കൊടുത്തിരിക്കുന്നു. ജുമുഅക്ക് വരാതെ ഇനി പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ സമ്മതം തന്നു, അല്ല കാത്തിരിക്കുന്നുവെങ്കിൽ കാത്തിരുന്നോട്ടെ എന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി 5572 നമ്പറായി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകളും സ്വഹാബത്തിന്റെ അധ്യാപനമെല്ലാം വന്ന വിഷയമാണ്. അത് നമ്മൾ വളരെ ഒരു ക്ലാസ്സിൽ മാത്രം പറഞ്ഞു പോയ ഒരു ഒറ്റ വാക്കോ ഒരു അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ വെള്ളിയാഴ്ചയും ജുമുഅയും ഒപ്പം വന്നാലും പെരുന്നാളും ഒപ്പം വന്നാലും 2 നിർബന്ധമാണ്. അതിന് കാരണം ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് കൊണ്ട് മതിയാവുകയില്ല. അതാണ് ഷാഫി അസ്ലം. അപ്പൊ ജുമുഅ ഫർളാണ് എന്നുള്ളത് ഖുർആനാണ്. ഈ ഘട്ടത്തിൽ ഒരു ജുമുഅ നിർബന്ധമില്ല എന്നത് ഹദീസാണ്. അപ്പൊ ഖുർആനിൽ വന്ന ഹുക്മിനെ ദുർബലപ്പെടുത്തുവാൻ ഹദീസ് മതിയാവുന്നത്, ഖുർആൻ തന്നെ വേണം, അല്ലെങ്കിൽ മുതവാത്തിർ വേണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് പോരാ
ഈ വിഷയത്തിൽ തെളിവായി പിടിക്കാൻ എന്ന ഷാഫി മദ്ഹബിന്റെ അസ്ൽ പ്രകാരമാണ്. ഷാഫി മദ്ഹബിൽ ഇങ്ങനെ വന്നാലും ജുമുഅ നിർബന്ധമാണ് ഇത് വന്നത്. അപ്പൊ പിന്നെ ഈ ഹദീസ് എന്ത് ചെയ്യും? ഹദീസ് സ്വഹീഹാണ്, ഇമാം അടക്കം ഈ ഹദീസ് സ്വീകാര്യമാണ് പഠിപ്പിച്ചതാണ്. അപ്പൊ ഈ ഹദീസ് എന്ത് ചെയ്യും? അതിന് അവർ പറഞ്ഞ ന്യായമാണ് ഈ ഹദീസ്. ഉസ്മാൻ അഫ്ഫാന്റെ ഈ പ്രവൃത്തി, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞല്ലോ, അവാരി പ്രാന്തപ്രദേശത്തുകാരൻ ഒരു വേണമെങ്കിൽ കാത്തു നോട്ടാലി പോയിക്കോട്ടെ. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതല്ലാതെ ഇത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഷാഫി മദ്ഹബുകാർ എത്തിയിരിക്കുന്നത്. എന്നാൽ അപ്പൊ ഇതിപ്പോ ഈ സംസാരിച്ച ഉസ്താദ്മാർ പറഞ്ഞു വെച്ചാൽ അത് ദൂരെ വളരെ ദൂരത്തിൽ വരുന്ന ആളുകളാണ്, ഓർക്ക് പിന്നെ ജുമുഅ നിർബന്ധം മുസാഫിറാണ് നോക്കുകയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം മുസാഫിറാകണമെങ്കിൽ 82 മൈൽ വേണം. അപ്പൊ 130 കിലോമീറ്റർ ആൾക്ക് യാത്രക്കാരന് ഷാഫി മദ്ഹബ് അനുസരിച്ച് പറയണം. 130 കിലോമീറ്റർ അപ്പുറത്ത് ഏതെങ്കിലും ഒരാൾ ജുമുഅയ്ക്കും പെരുന്നാൾക്കും വലിയ ഉറപ്പറ്റ നബിയെ കാലത്ത് മദീനത്ത് പെരുന്നാൾ നിസ്കാരത്തിന് 130 കിലോമീറ്റർ അപ്പുറത്ത് യാത്ര ചെയ്തിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു ദിവസത്തെ യാത്രയാണ് യാത്ര. ഒരു രാവും പകലുമുള്ള യാത്രയ്ക്ക് യാത്ര എന്ന് പറയുള്ളൂ. ആ യാത്രക്കാരനെ ജുമുഅ ഒഴിവാകും. ആ യാത്രക്കാരനെ എല്ലാ ഇടവും ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തെ എങ്ങനെ വരും? അപ്പൊ അങ്ങനത്തെ മുസാഫിനെ പറ്റി അല്ല വിഷയം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു ജുമുഅ നിർബന്ധമില്ല. പെരുന്നാൾ നിസ്കാരത്തിൽ വന്നവരെ ജുമുഅ നിർബന്ധമില്ല. വന്ന നല്ല കാര്യം, സംശയമൊന്നുമില്ല. ജുമുഅയ്ക്ക് പങ്കെടുത്താൽ കൂടിയിട്ടും എല്ലാ നന്മയും ലഭിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ പള്ളിയായി സൗകര്യമായി വണ്ടിയുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ആ കൂലി നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നബിതങ്ങൾ നിർബന്ധമില്ലാതെ പറഞ്ഞ സംഗതി നമ്മൾ നിർബന്ധാക്കാൻ നോക്കുന്നുണ്ടോ? ഇവിടെ കാര്യം ഗൗരവമാണ്. ഇത് സുന്നി മുജാഹിദ് വിഷയമൊന്നുമല്ല. നബി പറയാം മൻ ശാഅ ഫൽയുസല്ലി, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചുകൊള്ളട്ടെ എന്ന് പറയാം. നിസ്കരിക്കാതെ മടങ്ങി പോവുകയാണെങ്കിൽ പെർമിഷൻ ഉണ്ട് ഉസ്മാൻ അഫ്ഫാൻ പ്രഖ്യാപിക്കാം. അപ്പൊ നബിതങ്ങൾ നിർബന്ധമില്ല എന്ന് പ്രത്യേകമായി ഇങ്ങനെ ഈ പ്രയോഗത്തിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം അല്ല, അത് നിർബന്ധമാണ് എന്ന് പറയുന്ന ഇന്നലെ ഒരു മുസ്ലിം വിളിച്ചു. ഇതിപ്പോ നിർബന്ധമില്ല പറഞ്ഞ ബുദ്ധിമുട്ടല്ല. ഞാൻ നബി നിർബന്ധമില്ല പറഞ്ഞപ്പോ നിർബന്ധം ആക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ല, അതിപ്പോ നബി ആ കാലത്ത് പറഞ്ഞല്ലേ ഈ കാലത്ത് പറ്റുമോ? നബി ആ കാലത്ത് മാത്രമല്ലല്ലോ, നബി ഖിയാമത്തിലുള്ള ഒരിക്കലും. അപ്പൊ അവധ്യമല്ല അങ്ങനെ പറഞ്ഞപ്പോ ആളുകൾക്ക് ഒരു ഇളവ് കിട്ടുന്ന പിന്നെ ആളുകൾ ജുമുഅയ്ക്ക് വരുമല്ലോ. ഇതിപ്പോ ഈ വഹി കൊടുത്ത അല്ലാഹ്ക്കറിയാലോ. ഈ സന്ദേശം നബിക്ക് വഹിയായി നൽകി അല്ലാഹ്ക്കറിയില്ല ഖിയാമത്ത് വരെ എനിക്ക് നടക്കുന്നു. ഒരു സംഗതി നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള വിശ്വാസം തീരുമാനിക്കാം. ഇപ്പൊ തറാവീഹ് നിർബന്ധമില്ല, ഇതിപ്പോ നമ്മളെ തറവിക്കൂട്ടില്ല. ഫർദിനേക്കാൾ ആൾക്കാർ തറാവീഹ് വരുന്നത് നിർബന്ധമുള്ള ഫർദിനേക്കാൾ ഏറെ നിർബന്ധം തറാവീഹ് മനുഷ്യന്മാർ വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമില്ലാത്തോടുകൂടി നന്മ മുടക്കുന്നില്ല. നബിതങ്ങൾ പഠിപ്പിക്കാൻ നിർബന്ധമില്ല. മൻ ശാഅ, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചുകൊള്ളട്ടെ എന്ന് നബിതങ്ങൾ പറഞ്ഞ സംഗതിയെ അല്ല അത് പറ്റൂല, അത് നിർബന്ധമാണ് എന്ന് പറയാൻ നോക്കില്ല. അപ്പൊ ജുമുഅ നിർബന്ധമാണ്. അപ്പൊ പിന്നെ പെരുന്നാൾ നിസ്കാരം സുന്നത്തേ ഉള്ളൂ എന്നാൽ ചില ന്യായങ്ങൾ പിന്നെ പറഞ്ഞത് ശരിയാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമുഅ നിർബന്ധമാണ്. അപ്പൊ പക്ഷെ പെരുന്നാളിൽ പങ്കെടുത്ത ആൾക്കിട്ട് ഇളവാണ്. പെരുന്നാളിൽ പങ്കെടുത്ത ആൾക്ക് കൊടുക്കുന്ന ഇളവാണ്. ഇനി അയാൾ ജുമുഅയിൽ പങ്കെടുക്കേണ്ടതില്ല. അയാൾ ദുഹർ നിസ്കരിക്കണോ? നിസ്കരിക്കണമെന്നാണ് പ്രബലാഭിപ്രായം. എന്നാൽ അതിന് പോലും പറഞ്ഞവരുണ്ട്. ദുഹർ നിസ്കാരത്തിന് പോലും വേണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അഭിപ്രായം അത്ര പ്രബലമല്ല. താബിഈയായ അത്വാ അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച പെരുന്നാളും ജുമുഅയൊപ്പം വന്നാൽ ഓരോ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദുഹർ നിസ്കരിക്കണ്ട. കാരണം വെള്ളിയാഴ്ച ദുഹറില്ല, വെള്ളിയാഴ്ച പെരുന്നാളാണ്, ജുമുഅയാണ്. ആ ജുമുഅ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ദുഹറില്ല. ഓരോ പെരുന്നാൾ നിസ്കാരം മദീനാണ് അത്വാ ഇബ്നു അബീ റബാഹിന്റെ അഭിപ്രായം. അഭിപ്രായം അത്ര എല്ലാവരും അംഗീകരിച്ചു പോകുന്ന അഭിപ്രായമല്ല. അത് അങ്ങനെ പറയാൻ നമുക്ക് ന്യായമില്ല എന്നുകൊണ്ട് തന്നെയാണ്. അബൂ ഹനീഫ ഇമാം പറഞ്ഞു ഒരു പെരുന്നാൾ നിർബന്ധമാണ്, ജുമുഅ നിർബന്ധമാണ്, ഒക്കെ നിർബന്ധമാണ്. അപ്പൊ ദുഹർ നിസ്കരിക്കാം, ദുഹർ എവിടെ നിസ്കരിക്കാം? പുട്ട് നിസ്കരിക്കാം. അപ്പൊ ജുമുഅ ഉള്ള പള്ളിയാണ് ജുമുഅ നടക്കണം. ജുമുഅ ഇല്ലാത്ത പള്ളിക്ക് ബാങ്ക് കൊടുത്ത് ദുഹർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. ജുമുഅ സംഘടിപ്പിക്കണം. നാം ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് ബാങ്ക് വിളിക്കേണ്ടത് ജുമുഅയ്ക്കാണ്. അപ്പൊ ജുമുഅ ഉള്ള പള്ളിയിൽ ബാങ്ക് വിളിച്ച് ജുമുഅയാണ് നടക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ആ ജുമുഅയിൽ പങ്കെടുക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. ജുമുഅ നടക്കുന്ന നിർബന്ധമുണ്ട്. അപ്പൊ കമ്മിറ്റികൾക്ക് ബാധ്യത ഉണ്ടാവും, ഖതീബിന് ഇമാമിന് ബാധ്യത ഉണ്ടാവും. ഞാൻ ഇമാമെ വേറെ ഇമാമിനെ ഏൽപ്പിച്ചു മതി, അത് മതി, നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിട്ടുണ്ട്. അവിടെ എല്ലാവരും വരെ അവർക്ക് നിർബന്ധമില്ല. ജുമുഅ ഇല്ലാത്തൊരു പള്ളിക്ക് സാധാരണ ദുഹർക്ക് ബാങ്ക് കൊടുത്തിട്ട് ദുഹർ ജമാഅത്ത് നടത്താൻ പറ്റുമോ? ഇല്ല. അന്ന് നടത്തുകയാണെങ്കിൽ ജുമുഅയാണ് നടത്താൻ ഒരു വീട്ടിൽ ദുഹർ നിസ്കരിച്ചാൽ മതി. അതാണ് അവൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഓൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് മാത്രമാണ് ഉസ്താദുമാർ അത് പ്രശ്നമാക്കി മാറ്റി. ഞാൻ മനസ്സിലാക്കിയത് നമുക്കതിനും കുറച്ച് കൂലി കൊടുത്തിട്ടാണ് ഒരു അവസരം എന്നാണ്. വലിയ മെനക്കെടുത്ത് കുറച്ച് കൂലിയിട്ടാണ്. അപ്പൊ അതിന് മറ്റൊരു കാര്യം മനസ്സിലായി. നമ്മളിപ്പോഴാ ഞാൻ ഈ സംശയവാനിക്കാൻ വിചാരിച്ചത് ഇപ്പോൾ പണിക്ക് ചെറിയ ക്ലാസ് അല്ലേ സംഗതി പേരോട് സ്ഥാപനത്തിൽ കിട്ടുന്ന അല്ലെന്നില്ല. അത് നമ്മളിവിടെ ഒരു ക്യാമറ വാങ്ങിയത് മുതലായി, നമ്മൾ പരിപാടി മുതലായി. ഈ ക്യാമറ കുറച്ച് പൈസ ബാക്കിയുണ്ട്, അതേ കൊടുത്താൽ ക്യാമറ കുറച്ച് പൈസ ഒക്കെ ബാക്കി കൊടുത്താലൊക്കെ ലാഭമാണ്. മുതലാളികളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കേണ്ടി മനസ്സിലായി. മാത്രമല്ല ഇതെന്ന് വെച്ചാൽ ഇപ്പോ മുമ്പേ പറഞ്ഞ പോലെ വിഷയമാണ്. മുസ്ലിം സഭയുടെ പ്രസംഗ വിഷയത്തിൽ എത്തണം വന്നു, പഴയ പ്രശ്നങ്ങളൊക്കെ വന്നു.
റഹ്മത്തുള്ളാഹി ഖാസിയുടെ പ്രസംഗം വരെ വന്നു. നബി അങ്ങനെ പറഞ്ഞത് സ്വകാര്യമാണ് ഉണ്ടെണ്ടാറ്, അത് സ്വകാര്യമാണ്. അത് ശരിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആരെങ്കിലും വരാക്കുന്ന ഉദ്ദേശമായിരിക്കാം അദ്ദേഹത്തിന്. അപ്പൊ ഏതായിരുന്നാലും ഇത് അങ്ങനെ ഒരു ആക്ഷേപിക്കേണ്ട വിഷയമൊന്നുമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ജുമാ നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അസ്ലാണ്. ആ അസ്ലിന് ശരിയല്ല, ആ അസ്ൽ തന്നെ ശരിയല്ല. ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് പറഞ്ഞാൽ മതിയാവുകയില്ല എന്ന അസ്ലാണ്. ആ അസ്ല് പറ്റൂല. ഖുർആനും ഹദീസും പ്രമാണം എന്ന നിലയ്ക്ക് ഒരുപോലെയാണ്. ഷാഫി മദ്ഹബ് പറയാൻ കാരണം ഖുർആനും ഹദീസും പ്രമാണമാണെങ്കിലും ഖുർആന് ബലം കൂടുതലാണ്, ഹദീസിന് ഖുർആനേക്കാളും ബലം കുറവാണ്. അപ്പൊ ബലം കൂടിയ ഒന്നിനെ മാറ്റാൻ ബലം കുറഞ്ഞ ഒന്നുകൊണ്ട് പറ്റുകയില്ല എന്ന തത്വമാണ് ഷാഫി മദ്ഹബിൽ സ്വീകരിച്ചു പോകുന്നത്. പക്ഷേ പ്രമാണം എന്ന ബലം രണ്ടിനും ഒരുപോലെയുണ്ട്. ഖുർആനും ആ ബലമുണ്ട്, ഹദീസും ആ ബലമുണ്ട്, സ്ഥാനമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ മദ്ഹബുകാരും പറഞ്ഞത് ഖുർആനിൽ വന്ന ഹുക്മിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യാനും തഖ്സീസ് ചെയ്യാനും ഒക്കെ പറ്റും തന്നെയാണ്. ആര് പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ശരിയായ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമ്മൾ പറഞ്ഞു, ഒരു ഹദീസല്ല, നബി തങ്ങൾ തന്നെ പറഞ്ഞ 3 നമ്മൾ തിരിച്ചു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞ 1 നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പഠിപ്പിക്കുന്ന ആശയമാണ്. ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാം, നിസ്കരിച്ച നല്ല കാര്യം, ജുമയ്ക്ക് വന്ന നല്ല കാര്യം, അതിന്റെ കൂലി കിട്ടും, എല്ലാ കാര്യവും ലഭിക്കും. ഒരാൾ ജുമയ്ക്ക് വന്നില്ല, അവനൊരു നിർബന്ധം ഒഴിവാക്കി, ഫർദ് ഒഴിവാക്കി എന്ന് പറഞ്ഞവനെ ആക്ഷേപിക്കാൻ നമുക്ക് വകുപ്പില്ല.